അധ്യാപകരും കുട്ടികളെ എത്രത്തോളം കരുതലോടെയാണ് ഈ സ്കൂളിൻ്റെ കുട്ടികളെ കരുതുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആ റിപ്പോർട്ടിൽ കൊണ്ട് തന്നെ സാധിക്കുന്നതാണ്. നമ്മുടെ സ്കൂളിൻ്റെ വർഷങ്ങളായി നമ്മുടെ സ്കൂള് 100% വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് നമ്മുടെ ഈ സ്കൂളിലെ പ്രവർത്തിക്കുന്ന അധ്യാപകർ എത്രത്തോളം ഒരു എഫോർട്ട് എടുക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാം. അതുപോലെ പാഠ്യവിഷയത്തിലും പാഠ്യേതര വിഷയത്തിലും അവരുടെ കഴിവുകളെ കണ്ടെത്തി അവരെ ചേർത്ത് നിർത്തുന്നതിൻ്റെ ഒരു വിജയമായിട്ട് നമ്മുടെ ഈ റിപ്പോർട്ടിൽ നമുക്ക് കാണാം. ഇങ്ങനെ സ്കൂളിലെ കുട്ടികളെ അത്രത്തോളം കരുതുന്നതിൻ്റെ ഒരു ഉദാഹരണമായി 100% വിജയം നമ്മുടെ സ്കൂളിന് കൈവരിക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഉള്ള കാലങ്ങളിലും ഈ 100% വിജയം കൈവരിക്കുവാൻ ഈ അധ്യാപകരുടെ പ്രയത്നം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെല്ലാവരും ഈ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് ചെന്നാൽ മുറിയിൽ കയറി മൊബൈൽ കാണുന്ന ഒരു പ്രകൃതമാണ്. പരസ്പരം സംസാരിക്കാതെ അടുത്തുള്ളവരോടുകൂടി മിണ്ടുകാരെ അയൽക്കാർ ആരാണെന്ന് പോലും അറിയാത്തൊരു സാഹചര്യത്തിലാണ് നമ്മുടെ കുട്ടികളെല്ലാവരും ഇപ്പോൾ ജീവിക്കുന്നത്. അത് നമ്മുടെ കുട്ടികളുടെ മാനസികമായും ആരോഗ്യപരമായും ഒത്തിരി കാര്യങ്ങളിൽ പുറകോട്ട് കൊണ്ടുപോകുന്നു. നമ്മളൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞാൽ ഒരാഴ്ചത്തെ പരിശ്രമമാണ്. ഒരാഴ്ചത്തെ എല്ലാ കുട്ടികളുടെയും പരിശ്രമത്തിന്റെ പര്യാപ്തിയായിട്ടാണ് ആനിവേഴ്സറികൾ കണ്ടത്. ഒരാഴ്ചയായി തോരണൊട്ടിക്കുക അല്ലെങ്കിൽ ഈന്തല വെട്ടുക. 1500ഓളം കുട്ടികൾ പഠിച്ച ഒരു സ്കൂളാണ്. ഞാനും ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. 1500 കുട്ടികൾ പഠിച്ച ഒരു സ്കൂളാണ്. ഇന്ന് 100-150 പിള്ളേരിലേക്ക് ഒതുങ്ങിയിരിക്കും. എന്നിരുന്നാൽ പോലും അന്നത്തെ ഒരു ഊർജവും ഇതും നമ്മുടെ കുട്ടികൾ ഇല്ലാത്തതിന് കാരണം ഇന്നത്തെ ഈ മൊബൈലും അങ്ങനെയുള്ള നിബന്ധനമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മുടെ കുട്ടികളെ കഴിയുന്നത് ഗ്രൗണ്ടുകളിൽ കളിക്കാനും മറ്റുള്ള ആക്ടിവിറ്റീസിലൊക്കെ മുന്നോട്ട് പോകാൻ നമ്മൾ മാതാപിതാക്കളും അധ്യാപകരുടെ ശ്രദ്ധ ഉണ്ടാകണം എന്നൊരു റിക്വസ്റ്റ് എനിക്ക് പറയുവാനുണ്ട്. അതുപോലെ ഞാൻ വളരെ അവിചാരിതമായിട്ടാണ് ഇന്ന് ഈ ഉദ്ഘാടനത്തിൽ എത്തിച്ചേർന്നത്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്നത് കൊടിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ അനു ജിജോയായിരുന്നു. അത്യാവശ്യമായി ഇടുക്കി കളക്ടറേറ്റിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് പ്രസിഡന്റ് എന്നെ അറിയിച്ചു ഈ പരിപാടിയിൽ പോയി പങ്കെടുക്കണം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആ ദൗത്യം ഏറ്റെടുത്തത്. കാരണം ഞാൻ പഠിച്ച സ്കൂളിൽ ഇങ്ങനെ ഒരു അവസരത്തിൽ നിൽക്കുവാനുണ്ടായ ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നത്. പിന്നെ നമ്മുടെ അനേകായിരം കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുത്തു അവരെ നേർവഴിയിലേക്ക് നയിച്ച നമ്മുടെ LP സ്കൂളിലെ ഹെഡ് മിസ്സസ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം 32 വർഷക്കാലത്തെ ഈ സേവനം റിട്ടയർമെന്റ് ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. അത് ജീവിതത്തിന്റെ ഭാഗമാണ്. ഈ റിട്ടയർമെന്റ് ജീവിതത്തിലും ടീച്ചർ ഈ കുരുന്നുകൾക്ക് അറിവ് പകർന്ന ഏത് സ്ഥലത്ത് ചെന്നാലും ടീച്ചറെ എന്നൊരു വിളി കേൾക്കുന്ന ഒരു ഒരു ജോലിക്കാരുണ്ടെങ്കിൽ, ഒരു ബഹുമാനം കിട്ടുന്ന ഒരു മേഖലയുണ്ടെങ്കിൽ അത് അധ്യാപക വൃത്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ ഒരു സർവീസ് ജോലിയിൽ ആർക്കും അത്ര ഒരു ആദരവ് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ടീച്ചറെ എന്നൊരു വിളി അല്ലെങ്കിൽ സാറേ എന്നൊരു വിളി നമ്മൾ ഏത് വശത്തോടെ പോയാലും കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഈ 32 വർഷക്കാലം ടീച്ചർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പകർന്നു നൽകിയ എല്ലാവിധ നല്ല കാര്യങ്ങൾക്കും ടീച്ചറിന് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ടീച്ചറിന്റെ ഇനിയുള്ള ജീവിതം വിശ്രമ ജീവിതമല്ലാതെ നല്ല നല്ല പൊതുപ്രവർത്തന കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ടീച്ചർ സന്തോഷമായി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ 2026-27 അധ്യയന വർഷത്തിൽ SSLC ബാച്ചിലേക്ക് പരീക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന എല്ലാ SSLC കുട്ടികൾക്കും അതിനെ തയ്യാറാക്കുന്ന അധ്യാപകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവർക്ക് ജഗദീശൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ വാർഷിക ആഘോഷത്തിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാനായി റെഡിയായിരിക്കുന്ന എല്ലാ കുട്ടികളും അവരുടെ കഴിവുകൾ നല്ല രീതിയിൽ വിനിയോഗിക്കുവാൻ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ കൃതിക 2026 എന്ന പ്രോഗ്രാമിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.